കേരളത്തിലെ അഡൽട്ട് പോപ്പുലേഷനിൽ 50% പോലും എയ്ഡ്സിനെ പറ്റിയുള്ള HIV പറ്റിയുള്ള കോംപ്രിഹെൻസീവ് നോളജ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത്. അതുപോലെ തന്നെ സ്ഥിരമായി കോണ്ടം ഉപയോഗിച്ചാൽ HIV നമുക്ക് തടയാം എന്നുള്ള നോളജ് ഏതാണ്ട് 70% ആളുകൾക്ക് അറിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അവയർനെസ് ക്രിയേഷൻ ഏറ്റവും പ്രധാനമാണ്. ഈ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആദ്യം തന്നെ ഏറ്റവും പ്രാധാന്യം IECക്ക് കൊടുത്തിരുന്നു. നമ്മൾ ബോധവൽക്കരണം ഒരുപാട് നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു രോഗത്തിൻ്റെ ഭീകരത എന്തോ ഒന്ന് കുറഞ്ഞു. അതായത് എയ്ഡ്സ് എന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ ആൾക്കാരും പോകുന്നില്ല. HIV ബാധിതരുണ്ട്, പക്ഷേ ആ എയ്ഡ്സ് എന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ളൊരു പേടി ജനങ്ങളിലില്ല. എന്നാൽ ഇപ്പോൾ സാധാരണ നമ്മൾ സെക്സ് വർക്കേഴ്സിനെ പോലെ അതുപോലെ ഹൈ റിസ്ക് ഗ്രൂപ്പുകളിലാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്നുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഇടയിൽ ഒരുപാട് ബോധവൽക്കരണം നടത്തുകയും അവരുടെ ഇടയിൽ വളരെയധികം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ യുവജനങ്ങളിൽ ഒരുപാട്, അതായത് നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് സെക്ഷൽ റിലേഷനൊക്കെ ഒരു നിയന്ത്രണമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് സത്യം. യുവജനങ്ങളിൽ നമ്മളൊരു കോണ്ടം ഡേ ഇവിടെ നടത്തിയ അവസരത്തിൽ നമ്മൾ IPL-നെ പറ്റി ചോദിച്ചാൽ ഓരോ കുട്ടികൾക്കും അറിയാം, പക്ഷെ കോണ്ടം ഈ രോഗം HIV പ്രതിരോധിക്കുമെന്നുള്ള നോളജ് അവർക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇന്നത്തെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഒരേ സൂചി ഉപയോഗിച്ച് പലര് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അതായത് ഒരു രോഗി എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് 1 ആംബ്യൂളിന് 1000 രൂപയാണ് മരുന്നിൻ്റെ വില, അത് ഞങ്ങൾക്ക് 2 പേർക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് 2 സിറിഞ്ചിലെടുത്താൽ കുറച്ച് നഷ്ടം വരും, 1 സിറിഞ്ചിൽ അതെടുത്ത് ഞങ്ങൾ 2 പേര് കുത്തും. അതാണ് അതിനകത്ത് കാണുന്നത്. പക്ഷെ അതിൻ്റെ ആ ഭീകരത എന്താണ്, എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധവൽക്കരണം, അതാണ് ആവശ്യം. യുവജനങ്ങളിൽ ഏറ്റവും ഭീകരമായിട്ട് പോകുന്നൊരവസ്ഥ മയക്കുമരുന്നിൻ്റെ ഉപയോഗം. അപ്പോൾ അത് നമുക്ക് തടയേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കേസുകൾ കുറവാണ്. കേരളത്തിൻ്റെ പ്രിവലൻസ് എന്ന് പറയുന്നത് 0.06 ആണ്. നാഷണൽ ലെവലിൽ അത് 0.22 ആണ്. അപ്പോൾ ഏറ്റവും പ്രിവലൻസ് കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഏറ്റവും വൾണറബിൾ ആണ് നമ്മൾ. അതായത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ പോസിറ്റിവിറ്റി വളരെയധികം കൂടുതലാണ്, തമിഴ്നാട്, കർണാടകയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ മൈഗ്രേഷൻ, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൈഗ്രേഷൻ, വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായിട്ട് പുറത്തു നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടുമുള്ള ആൾക്കാരുടെ മൈഗ്രേഷനും അതുപോലെ തന്നെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ടൂറിസം, ഇതെല്ലാം നമ്മളുടെ ഒരു കേരളത്തിനെ വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റാക്കി മാറ്റുന്നു. അതുകൊണ്ട് നമുക്ക് പ്രതിരോധ പ്രവർത്തനം ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അതാണ്. കേരളം നമ്മുടെ സംസ്ഥാനത്ത് കണക്കിൽ നമ്മൾ പോസിറ്റിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സംസ്ഥാനത്തിലെ ഏറ്റവും, അതായത് ആ റിസ്ക് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം 5th സ്റ്റേജിലാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 0 ന്യൂ HIV by 2025 ആണ്. അത് നമുക്ക് ലക്ഷ്യം കൈവരിക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പ്രിവെൻറ്റ്, ടെസ്റ്റ്, ട്രീറ്റ് ആൻഡ് സപ്രസ് എന്നുള്ളതാണ്. അതായത് രോഗം പ്രതിരോധിക്കുക. അതായത് പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധവൽക്കരണമുണ്ട്, മറ്റ് മാർഗം കോണ്ടം യൂസ് അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിങ് കൂട്ടുക. അതായത് നമ്മൾ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ ടെസ്റ്റിംഗ് സെൻറ്ററുകൾ ഉണ്ട്. സെൻറ്ററുകളിൽ നമുക്ക് ഈ ആൾക്കാർക്ക് കൗൺസിലിങ്ങും ടെസ്റ്റിങ്ങും നൽകുന്നു. അപ്പോൾ ഒരാളുടെ HIV ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ സമ്മതം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു റിസ്കിലുള്ള ആൾ സ്വയം നമ്മുടെ അടുത്തേക്ക് വരണം. എനിക്ക് ഒരു അപകടകരമായ അവസ്ഥയിലൂടെ പോയിട്ടുള്ള ആൾ ICTCകളിൽ ചെന്നാൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, അവരുടെ റിസ്ക് മനസ്സിലാക്കി അവരെ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ അതിന് വേണ്ട കൗൺസിലിങ്ങും അതിനുശേഷമുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നു. അപ്പോൾ ഈ ഇതിൻ്റെ നമുക്കൊരു 95 ടാർഗറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾ പോസിറ്റീവായിട്ടുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ 95% നമ്മൾ കണ്ടുപിടിക്കണം. ഈ 95%-ലെ 95% നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റണം. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന 95%-ൻ്റെയും ശരീരത്തിലുള്ള വൈറൽ ലോഡ് സപ്രസ്ഡ് ആകണം. വൈറൽ ലോഡ് സപ്രസ്ഡ് ആയാൽ അവർ മറ്റൊരാളിലേക്ക് രോഗം പരത്തില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. നമ്മളിവരെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരിലെ വൈറൽ ലോഡ് സപ്രസ് ചെയ്യുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ് ഈ 95 ടാർഗറ്റ് എന്ന്. ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സെക്കൻഡും തേർഡും നമുക്ക് 95 പറ്റുന്നുണ്ടെങ്കിലും ഫസ്റ്റ് 95, അതായത് സമൂഹത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത്, അത് 85% വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. കേരളം അതിൽ മുന്നിലാണ്. എങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ ബോധവൽക്കരണം ഏറ്റവും ആവശ്യമാണ്. അവർ സ്വയം നമ്മുടെ അടുത്തേക്ക് വന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ ICTCകളിലും 12 പേരെയെങ്കിലും നമ്മൾ ഒരു വർഷം കണ്ടുപിടിക്കണമെന്നാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ലക്ഷ്യം. പക്ഷേ ഒരു കേസ് പോലും കിട്ടാത്ത സെൻറ്ററുകളുണ്ട്.
അപ്പോൾ അത് ബോധവൽക്കരണം ഏറ്റവും ആവശ്യമാണ്. അതുപോലെ വോക്ക് ഇൻ ക്ലയൻസ്, സ്വയം വന്ന് ടെസ്റ്റ് ചെയ്യുന്ന 3 പേരെങ്കിലും ഒരു ദിവസം ഒരു സെൻറ്ററിൽ വരണം. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് 150 ICTCകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഈ ക്ലയൻറ്റിന്, അതായത് പോസിറ്റിവിറ്റി തീരെ കുറഞ്ഞ സെൻറ്ററുകളാണ് നാക്കോ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അതായത് അവരുടെ അഭിപ്രായ പ്രകാരം കേരളത്തിൽ കേസില്ല, പോസിറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ സെൻറ്ററുകളെല്ലാം അടയ്ക്കുകയാണ്. അടച്ചാൽ പോലും അവിടെ ടെസ്റ്റിംഗ് സൗകര്യമുണ്ട്, ഫെസിലിറ്റി ഇൻ്റഗ്രേറ്റഡ് ICTCകളുണ്ട്. അതായത് ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ കൗൺസിലിംഗ് നടക്കില്ല. ടെസ്റ്റ് ചെയ്യും, അഥവാ ആ 3 ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ കൺഫർമേറ്ററി സെൻ്ററായ ഏറ്റവും അടുത്തുള്ള ICTCയിലേക്ക് അവരെ വിടാനും പറ്റും. ആ ടെസ്റ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് കളയുമല്ല. ഈ ഫെസിലിറ്റി, അതായത് നാഷണൽ ലെവലിൽ അവർക്ക് ഫണ്ട് കുറഞ്ഞു വരികയാണ് ഓരോ വർഷം കഴിയും തോറും. അപ്പോൾ ഇത്രയും ടെമ്പററി ആയിട്ടുള്ള സംവിധാനമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നുണ്ട്. അത്രയും പേരുടെ ജോലി നഷ്ടപ്പെടുന്നില്ല. അവരെ നമ്മൾ മറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ തന്നെ മറ്റ് ഫെസിലിറ്റി ഉണ്ട്, ബ്ലഡ് ബാങ്ക് ഉണ്ട്, പിന്നെ STI ക്ലിനിക്കുകളുണ്ട്, ART സെൻറ്റർ, അവിടേക്ക് ഇവരെ മാറ്റുമെന്നുള്ളതാണ് ചെയ്യുന്നത്, അല്ലാതെ സ്റ്റാഫിനെ പിരിച്ചുവിടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്കിപ്പോൾ ഇതുണ്ട്. ഈയിടെ ഒരു വാർത്ത വന്നു, എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കുന്നു. എയ്ഡ്സ് എന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ആൾക്കാർ പോകുന്നില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന രോഗികളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലാതെ നമുക്കറിയാത്ത ആൾക്കാർ, ഹൈ ലെവലിലെ ആൾക്കാർ പ്രൈവറ്റിൽ പോയി ചിലപ്പോൾ ചികിത്സിക്കുമായിരിക്കും. എന്നാലും എയ്ഡ്സ് എന്നൊരവസ്ഥയിൽ നമ്മൾ ആരെയും കാണുന്നില്ല. അങ്ങനെ ഒരു എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കുന്നു എന്നൊരു വാർത്ത വന്നു. അതപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇതാണ്. നമ്മൾ കഴിയുന്നത്ര ആൾക്കാരെ കണ്ടുപിടിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഈ കാര്യങ്ങൾ, അപ്പോൾ NACP അനുസരിച്ച് നമുക്ക് മദർ ടു, അതായത് 4 തരത്തിലാണ് എയ്ഡ്സ് പകരുന്നത്. ഒന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, പോസിറ്റീവായിട്ടുള്ള ആളിൻ്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ രക്തം സ്വീകരിച്ചാൽ പോസിറ്റീവ് ആകും. അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. എല്ലാ ബ്ലഡും നമ്മൾ HIV കൂടാതെ മറ്റ് ഹെപ്പറ്റൈറ്റിസ്, മലേറിയ തുടങ്ങിയ രോഗങ്ങളിലെയും ടെസ്റ്റ് ചെയ്ത് സ്ക്രീൻ ചെയ്ത് മാത്രമാണ് കൊടുക്കുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി HIV പകരുന്നില്ല. അതുപോലെ പോസിറ്റീവായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും. അപ്പോൾ അമ്മ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കുഞ്ഞിലേക്ക് പകരില്ല. പോസിറ്റീവ് മദേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് അതും നമുക്ക് 0 മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ. ആ കാര്യത്തിലും കേരളം ഏറ്റവും മുന്നിലാണ്. പിന്നെയുള്ളത് ഇഞ്ചെക്റ്റിംഗ് ഡ്രഗ് യൂസേഴ്സ്. അത് നമുക്ക് ഏറ്റവും റിസ്ക് ഉള്ളൊരു കാര്യമാണ്. ഒരേ നീഡിൽ ഉപയോഗിച്ച് മരുന്നുകൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാത്ത നീഡിൽ കൊണ്ട് ഇഞ്ചെക്ഷൻ എടുത്താലും വരും. അപ്പോൾ അതാണ് മൂന്നാമത്തേത്. പിന്നുള്ളത് സെക്ഷൽ റിലേഷൻ, അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അതായത് കോണ്ടം ഉപയോഗിക്കാതെയുള്ള സെക്സിൽ കൂടെയും HIV പകരും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഈ ഡ്രഗ് യൂസേഴ്സും സെക്സും. അപ്പോൾ അത് യങ് ജനറേഷനിൽ അത് ഒരുപാട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അതായത് സിഫിലിസ് പോലുള്ള രോഗങ്ങൾ ഒരുപാട് ഇപ്പം നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. യങ് ജനറേഷൻ ആ ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അവരിൽ ബോധവൽക്കരണം ഏറ്റവും, അപ്പോൾ യുവജനങ്ങളിലാണ് ഇതിൻ്റെ ബോധവൽക്കരണം ഏറ്റവും ആവശ്യമായത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, അതായത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ നിർദ്ദേശപ്രകാരം നമ്മൾ നടത്തുന്ന ഈ പ്രോഗ്രാമാണ് യൂത്ത് ഫെസ്റ്റ് എന്ന് പറയുന്നത്. യൂത്ത് ഫെസ്റ്റ് നമുക്ക് അതായത് യുവജനങ്ങളിൽ കോളേജിലെയും സ്കൂളിലെയും കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരമാണ് നമ്മളിവിടെ നടത്തുന്നത്. അത് സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ വകുപ്പ്, കായിക യുവജന കാര്യ വകുപ്പ്, നെഹ്റു യുവകേന്ദ്ര, നാഷണൽ സർവീസ് സ്കീം, റെഡ് റിബൺ ക്ലബ്ബുകൾ ഇവരെ സംഘടിപ്പിച്ച് അവരുടെ സഹകരണത്തോടെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇതിൽ മാരത്തോൺ ഉണ്ട്, നാടകം, റീൽ നിർമ്മാണം, പ്രശ്നോത്തരി, ക്വിസ് മത്സരം, ഇതാണ് നമ്മൾ നടത്തുന്നത്. അപ്പം കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും മത്സരം നടത്തി അവർക്ക് സംസ്ഥാന തലത്തിൽ, അതിൽ വിജയിക്കുന്നവരെ സംസ്ഥാന തലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കൂ. അതിലും വിജയിക്കുന്നവർക്ക് നാഷണൽ ലെവലിലും മത്സരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മത്സരം എന്ന് ഉദ്ദേശിക്കുന്നത് യുവജനങ്ങളിലെ HIV എയ്ഡ്സിനെ പറ്റിയുള്ള ബോധവൽക്കരണമാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മാധ്യമ വിഭാഗത്തിൻ്റെ ഒരു സഹായവും ഈ അവസരത്തിൽ പ്രത്യേകം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്. അപ്പോൾ ഈ ഒരു മത്സരം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഓൺലൈനാണ് നമ്മൾ രജിസ്ട്രേഷൻ, അതിനുള്ള സൈറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതായത് ജൂലൈ 20 മുതൽ രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാരത്തോൺ എന്ന് പറയുന്നത് 5 കിലോമീറ്ററിൽ ഉള്ള റെഡ് റൺ മാരത്തോൺ എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ജയിക്കുന്ന ടീമുകളിലുള്ള 10 പേരെ സംസ്ഥാന തലത്തിലും അതിൽ നിന്ന് വിജയിക്കുന്ന ടീമിനെ നമ്മൾ നാഷണൽ ലെവലിലും മത്സരത്തിന് വിടും. അതുപോലെ നാടകമുണ്ട്, നാടകം കോളേജ് തലത്തിൽ നടത്തുന്നുണ്ട്. ഒരു റീൽ നിർമ്മാണം എന്ന് പറയുമ്പോൾ എയ്ഡ്സിന് ബോധവൽക്കരണം സഹായിക്കുന്ന റീലുകൾ നിർമ്മിച്ച്
അതായത് മാധ്യമങ്ങൾ വഴിയും മീഡിയ വഴിയും നമുക്ക് ജനങ്ങളിലേക്ക് ഇതിൻ്റെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു മത്സരം നടത്തുമ്പോൾ അത് ജനങ്ങളിൽ, ഏറ്റവും പ്രധാനം യുവജനങ്ങളിൽ അവരുടെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. റോക്ക് ദ റിബൺ എന്ന പേരിലാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. പിന്നെ 9, 8, 9, 11 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്വിസ് മത്സരം നടത്തുന്നുണ്ട്. ക്വിസ് മത്സരം അതുപോലെ തന്നെ സ്കൂൾ ലെവലിലും നടത്തിയിട്ട് ഡിസ്ട്രിക്ട് ലെവൽ, സംസ്ഥാനത്തിൽ, പിന്നെ നാഷണൽ ലെവലിലും അവർക്ക് മത്സരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ചും ഇതാണ്, യുവജനങ്ങളിലെ ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു സംരംഭം എല്ലാവിധ സഹകരണവും സഹായവും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തോളൂ.